നമസ്കാരം, എല്ലാവർക്കും ബോബി സ്റ്റോക്കിന്റെ മറ്റൊരു രസകരമായ ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ അത്യന്തം മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ ഇല്ലിക്കൽ കല്ലിലേക്കാണ്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ പ്രകൃതി തനിമ നിറഞ്ഞ സ്ഥലമാണ് ഇത്. ഈ മനോഹരമായ സ്ഥലം കുടുംബസമേതം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്നതിൽ ഒരു സംശയവുമില്ല. നമ്മുടെ യാത്ര തുടങ്ങുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് നിന്നാണ്. അതും ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്. ഏകദേശം 1.5 മണിക്കൂർ വേണം അവിടെ എത്താൻ. ഇന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, മകൻ്റെ ചില കൂട്ടുകാരും. മൊത്തത്തിൽ ഞങ്ങൾ 2 വണ്ടികളിലാണ് യാത്ര ചെയ്യുന്നത്. മണർകാട് നിന്ന് ആരംഭിച്ച യാത്ര പാലയിലെ തിരക്കുള്ള നഗരം പിന്നിട്ട് ഈരാറ്റുപേട്ടയിലേക്ക് കടന്നു. എല്ലാവർക്കും ഈ യാത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഇത് പച്ചക്കാടുകളും മലകളും കൊണ്ട് നിറഞ്ഞ ഈ പാതകൾ മനസ്സിനെ ശാന്തമാക്കുന്നു. ഓരോ തിരിവിലും പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ അതിമനോഹരമാണ്. പകുതിയോളം ദൂരം കടന്നപ്പോൾ കുട്ടികൾ പാട്ടും ചിരിയുമായിട്ട് വളരെ ആവേശഭരിതരാണ്. കുടുംബത്തോടൊത്ത് നടത്തുന്ന യാത്രയുടെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഓരോ നിമിഷവും ഒരു ഓർമ്മയായി തികച്ചും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അവസാനം ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സമയം വൈകിട്ട് ഏകദേശം 5 മണിയോട് അടുക്കുന്നു. ഇതൊരു വെറും മലനിരകളല്ല, പക്ഷെ അതിൻ്റെ ശാന്തതയും അതുല്യമായ കാഴ്ചകളും സന്ദർശകരെ വിസ്മയിപ്പിക്കുന്നു. 4000 അടി ഉയരത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ, അത്ഭുതങ്ങൾ നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. ഇല്ലിക്കൽ കല്ല് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മനസ്സിന് ശാന്തിയും ആനന്ദവും നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ്. നരകപാലം അല്ലെങ്കിൽ ഡെവിൾസ് ബ്രിഡ്ജ് നമ്മുടെ യാത്രയിലെ പ്രധാന ആകർഷകമാണ്. ഇത് കയറുന്ന അനുഭവം മുതിർന്നവർക്കും കുട്ടികൾക്കും അത്ഭുതമായിരിക്കാം. പക്ഷേ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക, പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കണം. കല്ലും മുള്ളും നിറഞ്ഞ കിഴുക്കാൻ തൂക്കായ കുന്നിൻ മുകളിലേക്കുള്ള യാത്ര ഒരു ദുർഘട യാത്ര തന്നെയാണ്. ഏകദേശം 1-2 കിലോമീറ്ററോളം ദൂരം ഉണ്ട് മലയുടെ മുകളിലെത്തുവാൻ. മലയിലേക്ക് കയറുന്നവർ ഉറപ്പായും കയ്യിൽ കരുതേണ്ടത് വെള്ളക്കുപ്പി കരുതണം. ഇല്ലെങ്കിൽ മുകളിൽ ചെല്ലുന്നതുവരെ ഒരു സാധനവും കിട്ടില്ല. മല കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രായമായവർക്കുമൊക്കെ ദാഹിച്ചു വലയുന്ന ഒരു അവസരമുണ്ടാകും. ഒന്ന് തെറ്റിയാൽ താഴേക്ക് തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഒരുപാട് കുഴികളും ദുർഘടം പിടിച്ച വഴികളുമാണ് കുന്നിൻ മുകളിലേക്ക് കയറുമ്പോൾ ഉള്ളത്. അങ്ങനെ അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നു. കുന്നിൻ്റെ മുകളിലുള്ള കല്ലിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ താഴേക്കുള്ള കാഴ്ച അതിസുന്ദരമാണ്.
പിന്നീട് ഞങ്ങൾ മലയിറങ്ങിക്കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ എല്ലാവരും ക്ഷീണിതരായിരുന്നു. അടുത്ത് കണ്ട തട്ടുകടയിൽ നിന്ന് ഉപ്പിട്ട സോഡയും ഓംലറ്റുമൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിച്ച് അവരുമായി കുശലം പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിയാൻ തീരുമാനിച്ചു. പിന്നീട് ഞങ്ങൾ മലയിറങ്ങിക്കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഓർമ്മകൾ അവിസ്മരണീയമാണ്. സാധാരണ ഒരു സഞ്ചാര സ്ഥലമല്ല, പ്രകൃതിയുടെ മടിയിലേക്കുള്ള ഒരു യാത്രയാണിത്. നമ്മളെ തേടിയെത്തുന്ന മഞ്ഞുവീഴ്ചയും ശീതളവായുവും ഓരോ മിനിറ്റും വ്യത്യസ്തമാക്കുന്നു. സന്ധ്യാകാശത്തിന്റെ ചാരുതയിൽ ഇന്ന് ഒരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. ഈ അനുഭവങ്ങൾ എല്ലാവർക്കും വേറിട്ട ഒരു അനുഭവങ്ങളായി കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് പങ്കിട്ട ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഇല്ലിക്കക്കല്ലിലെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോകൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത അനുഭവങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.